അതിന് എന്നെ തന്നെ ഉദാഹരണമാക്കി. കാര്യം എനിക്കെതിരെ ആ വ്യാജ കേസാണെന്ന് ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും, എന്നോട് പൂർണ്ണമായി വിയോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ആ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ മെൻസ് കമ്മീഷൻ്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാനടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചെമ്മണ്ണൂറിന് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് പോയി. ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോടൊരു കരുണ വേണ്ടേ? അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതെന്ന് അറിയാമോ? അവർക്കതാണ് സേഫ്. അതായത് അവർക്ക് ഇനിയും പെണ്ണു കൊടുത്ത് പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒബിറ്റർ ഡിക്റ്റിയായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ, പക്ഷേ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എൻ്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷേ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണി റോസ് എന്താണ് ആ കേസിനെയും കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും തീർച്ചയായും ഇനി അറിയണം. വീട്ടിൻ്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട. അതുകൊണ്ട് ഈ കേസിൻ്റെ അറ്റം വരെ പോവുകയും ചെയ്യും. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലയിൻറ്റ് എനിക്കത് പറയാൻ റൈറ്റും ഉണ്ട്. കാര്യം ഹണി റോസിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതെൻ്റെ മാനനഷ്ടം, ഡിഫമേഷൻ ഉള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഡിഫമേഷൻ്റെ ഭാഗമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റാണ്, ഞാൻ തന്നെ വാദിക്കും. ഹണി റോസിന് വേറെ ആരെങ്കിലും വെക്കേണ്ടി വരുമായിരിക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റ് എക്സ് ജോൺ സാർ വഴിയാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടി ഇൻ പേഴ്സണായി അപ്പിയർ ചെയ്ത് വാദിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്ന ഈ മെൻസ് കമ്മീഷൻ, ആ മെൻസ് കമ്മീഷന് ശ്രീ അഭിലിന് കൊടുത്തുകൊണ്ട്, ഇനി അഭിലിന് കൊടുക്കാനൊരു കാരണമുണ്ട്. ഒരാളും കൂടെ ഗസ്റ്റായിട്ട് വരാനിരുന്നിരുന്നു, ഷെറീന, നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഞങ്ങൾ കുറച്ച് മുമ്പ് അപ്പുറത്ത് സോപാനത്തിൽ നിന്ന് കാപ്പി പിടിച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചവർക്ക് പേഴ്സണലി കൊടുത്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നിരപരാധിയാണെന്ന് നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതായത് അവരുടെ ഫാമിലി ഫ്യൂഡിൻ്റെ ഭാഗമായിട്ട്, കുടുംബത്തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയേന്ദ്രനെതിരെയുള്ള ഈ വ്യാജ പോക്സോ വന്നത്. ഷെറീനയുടെ ബന്ധു തന്നെയാണ്, അല്ലെങ്കിൽ ഷെറീനയുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് കൊടുക്കുന്നത്. ഇനി വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറയരുത്. എല്ലാ മാധ്യമങ്ങളിലും കുടുംബത്തർക്കം എന്ന് പറയുന്നുണ്ട്. ആ കുടുംബത്തർക്കം എന്ന വാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അവരുടെ കുടുംബത്തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യനെതിരെ വ്യാജ പോക്സോ വന്നത്. 7 മാസമായിട്ട് പുള്ളി ഒളിവിലായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. ബസൻ സാറാണ് വാദിച്ചത്, നമ്മുടെ പഴയ ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതിയിൽ. അദ്ദേഹത്തിന് 4 ആഴ്ച നോട്ട് ടു അറസ്റ്റ് കിട്ടി. ഞാനപ്പം ഷെറീന ഇന്നലെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിരിക്കാം, ഷെറീനയ്ക്ക് കൊടുത്തു തുടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് അവരുടെ അഡ്വക്കേറ്റ് അടക്കം പലരും പറഞ്ഞു, അത് നമ്മൾ നിരപരാധികളാണ്, നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ. ഈ നാട്ടിലെ പുരുഷൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇന്നലെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ഞാൻ ജയേന്ദ്രൻജിയോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, മീഡിയക്കാരെല്ലാം അവിടെ ഇല്ലേ, നിങ്ങൾ പറ, കുടുംബത്തർക്കമാണ്, വ്യാജ പോക്സോ ആണ്. അത് പറഞ്ഞാൽ ശരിയാവില്ല, അത് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കിനി ബെയിൽ കിട്ടൂല എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. ഒരാണിന് അവൻ നിരപരാധിയാണെന്നറിയാവുന്നിട്ട്, കുടുംബത്തർക്കം അറിയാഞ്ഞിട്ട് താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും പേടിയുള്ളൊരവസ്ഥയാണ്. ഇന്ന് ഷെറീനയോടും അഡ്വക്കേറ്റ്സ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത്, ഷെറീന പോയി കഴിഞ്ഞാൽ ചിലപ്പം വലിയ പ്രശ്നമാകും. നമ്മൾ നിരപരാധിയാണെന്നുള്ള പ്രമേസിലല്ലേ നമ്മൾ കോടതിയിൽ വാദിക്കുന്നത്. അത് പറയാൻ പോലും ഈ നാട്ടിലെ ആണിന് ധൈര്യമില്ല. അത് കുട്ടിക്കൽ ജയേന്ദ്രന് മാത്രമല്ല, ആർക്കുമില്ല. ശ്രീ സിദ്ദിഖിനോട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ തെളിവെടുക്കുക എന്നുള്ളത് ഞാൻ വന്ന് പറഞ്ഞു, അങ്ങ് ശക്തമായി പറയണം, ഇത് വ്യാജ കേസാണ്, ചുമ്മാ വരണം. അത് അഡ്വക്കേറ്റ് പറഞ്ഞു, അങ്ങനെ പറയരുത്, കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് എന്നൊക്കെ. ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലല്ലേ, അല്ലെങ്കിൽ പോക്സോ കേസിലല്ലേ മുകേഷിനെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ, അവർക്കെതിരെ ഒരു പോക്സോ വന്നപ്പം ആ കുട്ടിയുടെ പേരടക്കം TV ചാനലിൽ പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും പോലീസുകാരൻ പരാതി എടുത്തു? അതായത് ശ്രീ മുകേഷ് MLA-ക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു. ഇവർക്കെതിരെ കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു പെൺകുട്ടി, ഒരു അണ്ടർ ഏജ് പെൺകുട്ടി ഇവർക്കെതിരെ പരാതി കൊടുത്തു. ആ സ്ത്രീ ന്യൂസ് ചാനലിൽ, ഞാനും കൂടി ഇരിക്കുന്ന ഡിബേറ്റിൽ, പേര് പറയാമെങ്കിൽ News 18-ന്റെ ഡിബേറ്റിൽ, ആ സ്ത്രീ മറ്റേ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. ചാനൽ ആങ്കർ അടക്കം കണ്ണ് ചിമ്മി പോലും ഇല്ല. അതെന്താ? ഒരു ആണിന് സ്വന്തം നിരപരാധിത്വം പറയാൻ പോലും പേടിയാണ്. നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ? ഒരു സ്ത്രീക്ക് പോക്സോ കേസ് തനിക്കെതിരെ കൊടുത്ത പെൺകുട്ടിയുടെ പേര് വരെ പറയാം. ഈ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തികച്ചും വൺ സൈഡഡ് ആണ് നിയമങ്ങൾ. അവിടെയാണ് നമ്മൾ പുരുഷ കമ്മീഷനിൽ പറയുന്നത്. ഇതിൻ്റെ ആദ്യ വരി ഞാൻ വായിക്കാം. അതായത് ഭംഗിക്ക് പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
എൽദോസ് കുന്നപ്പള്ളിക്ക് ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 7 ഹിയറിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 7 വീണ്ടും അസംബ്ലി തുടങ്ങും. സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പുറത്തെ കണ്ടാൽ അദ്ദേഹം കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഇതുണ്ട്. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ കോപ്പി സ്പീക്കർക്ക് കൊടുത്ത ഒഫീഷ്യൽ ലെറ്ററാണ്. സ്പീക്കർ അനുമതി തരുമെന്നും ഫെബ്രുവരി 7 അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ ആദ്യ വരികളിലൊന്ന്, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്. അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം ഉയരുന്നത്. സ്ത്രീകൾ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ട്, സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും അംഗീകരിച്ചുകൊണ്ട്, അവർ സമൂഹത്തിൽ സവിശേഷമായി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാർക്കും അങ്ങനെ വ്യാജ കേസുകൾ പറ്റുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നിവിൻ പോളിയുടെ കേസ് ഞാൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി വ്യാജ പരാതി കൊടുത്തു. ആ പെൺകുട്ടി ആരാന്ന് പോലും നമുക്കറിയില്ല, പേര് വിളി പറയാൻ പാടില്ലാത്തതുകൊണ്ട്. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി ആ സമയത്ത് കൊച്ചിയിലായിരുന്നു ധ്യാൻ ശ്രീനിവാസിൻ്റെ ഷൂട്ടിങ്ങിന്. നിവിൻ പോളി ദുബായിലായിരുന്നെങ്കിൽ നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് കിട്ടില്ല. നിവിൻ പോളി ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. എന്നിട്ട് ഈ പെൺകുട്ടിയോട് നിവിൻ പോളി കൊച്ചിയിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, ഡേറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി TV ചാനലിൽ നിന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ്, അത് ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. നിങ്ങൾ TV കണ്ടിട്ടുള്ള കാര്യമായിരിക്കും, ഉറക്കപ്പിച്ചിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. ഈ രീതിയിലാണ് നിവിൻ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ട്. നിവിൻ്റെ കൂടെ 7 പേരെയും കൂടെ പ്രതി എടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും പോലീസിൻ്റെ പല്ലവി എന്താ അറിയോ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കേസിൽ കോടതിയിൽ പോലീസ് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എന്ത് അന്വേഷിക്കാനാണ്? TV ചാനൽ ലൈവായ ചർച്ച നടന്ന യൂട്യൂബിൽ എടുത്തിട്ടില്ല, എന്തോന്ന് അന്വേഷിക്കാനാണ്?